ശമ്പളമുണ്ട്, പക്ഷേ സമ്പാദ്യങ്ങളില്ല. പലരിൽ നിന്ന് നാം എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണത്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വരുമാന മാർഗ്ഗങ്ങളെ നാം 3 ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. 3 സോഴ്സിലൂടെയായിരിക്കും നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാവേണ്ടത്. അതിൽ ഒന്നാമത്തേത് മണി നൗ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ. അതോടൊപ്പം തന്നെ മണി മന്ത്ലി, മൂന്നാമത്തേത് മണി ഇൻ ഫ്യൂച്ചർ. ഇതിൽ ഒരു ശമ്പളക്കാരൻ എന്ന നിലയിൽ നമുക്ക് ലഭ്യമാവുന്ന മണി മന്ത്ലി എന്ന പോർഷൻ നാം ഓക്കെയാണ്, അല്ലേ? എന്നാൽ എങ്ങനെ നമുക്ക് മണി നൗ എന്ന സൈഡിലൂടെ നമുക്ക് എങ്ങനെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിലും അതോടൊപ്പം തന്നെ ദിവസത്തിലും മണിക്കൂറുകളിലും നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങളെ, അതില്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് നാം ആലോചിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മണി ഇൻ ഫ്യൂച്ചർ എന്ന ഭാഗത്ത് കൂടി നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമ്പാദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ ഒരു കൃത്യമായ ക്രമീകരണത്തിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാം ഓരോരുത്തരും തന്നെ ആലോചിക്കുക, മണി നൗ, മണി മന്ത്ലി, മണി ഇൻ ഫ്യൂച്ചർ. ഈ 3 സ്രോതസ്സുകൾ നമുക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് നാം ഓരോരുത്തരും തന്നെ ആലോചിക്കുക. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ. താങ്ക് യു.